Dear students, today we discuss about Unit 6 Thermodynamics. All chemical reactions are accompanied by energy changes. These energy changes takes place in the form of heat, light, work and electricity. The various forms of energy are interrelated and may be transformed from one form to another. അതായത് എല്ലാ കെമിക്കൽ റിയാക്ഷൻസിനും എല്ലാ രാസപ്രവർത്തനങ്ങളിലും എനർജി ചേഞ്ചസ് നടക്കുന്നുണ്ട്. എനർജി ചേഞ്ചസ് ഏതൊക്കെ എനർജി ചേഞ്ചസ് ഏതൊക്കെ ഫോമിലാണ്, ഏതൊക്കെ രൂപത്തിലാണ് എനർജി ചേഞ്ചസ് നടക്കുന്നത്? ഊർജ വ്യതിയാനം നടക്കുന്നത് ഹീറ്റിൻ്റെ രൂപത്തിൽ എനർജി എന്ത് ചെയ്യുന്നു? വ്യത്യാസപ്പെടുന്നു. ലൈറ്റ് എനർജി, വർക്ക്, ഇലക്ട്രിസിറ്റി, ഈ രൂപത്തിലെല്ലാം രാസപ്രവർത്തനങ്ങൾ എനർജി വ്യത്യാസപ്പെടുന്നുണ്ട്. ഈ പല ഡിഫറെൻറ്റ് ഫോമിലുള്ള എനർജികൾ തമ്മിൽ ഇൻ്റർ റിലേറ്റഡ് ആണ്, പരസ്പരം ബന്ധിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ എനർജി ഒരു രൂപത്തിൽ നിന്നും വേറെ രൂപത്തിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും, ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എന്താണ് തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ? തെർമോഡൈനാമിക്സ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് ദി എനർജി ഇൻ ഇറ്റ്സ് വേരിയസ് ഫോംസ് ആൻഡ് ദെയർ ഇൻ്റർകൺവേർഷൻ. Thermodynamics is the branch of chemistry which deals with energy changes, അതായത് ഊർജ വ്യത്യാസങ്ങൾ അസോസിയേറ്റഡ് വിത്ത് കെമിക്കൽ റിയാക്ഷൻ. രാസപ്രവർത്തനം നടക്കുന്ന സമയത്ത് ഊർജ വ്യത്യാസം ഉണ്ടാകുന്നതിനെക്കുറിച്ച് പഠിക്കുന്നതാണ് തെർമോഡൈനാമിക്സ്, അല്ലെങ്കിൽ കെമിക്കൽ എനർജറ്റിക്സ് എന്ന് വേറൊരു പേര് പറയും. നമുക്കതിനൊരു എക്സാമ്പിൾ നോക്കാം. കാർബണും ഓക്സിജനും കൂടെ കമ്പൈൻ ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യുന്നു. അതായത് ഓക്സിജൻ കാർബണിൽ കത്തുമ്പോൾ, അല്ലെങ്കിൽ ഓക്സിജൻ്റെ പ്രസൻസിൽ കാർബൺ കത്തിക്കഴിയുമ്പോൾ അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഫോം ചെയ്യുന്നു. അതുപോലെ തന്നെ അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? ഹീറ്റ് എനർജി, ചൂട്, താപം അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. C+O2 gives CO2 പ്ലസ് ഹീറ്റ് എനർജി. രണ്ടാമത്തെ ഒരു ഇക്വേഷൻ നോക്കുക. CH4+2O2 gives CO2 + 2H2O + ഹീറ്റ് + ലൈറ്റ്. അതായത് മീഥെയിൻ, CH4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മീഥെയിൻ വായുവിൽ കത്തുമ്പോൾ, ഇത് നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ളത്. മീഥെയിൻ എന്ന് പറയുന്ന ഒരു ഹൈഡ്രോ കാർബൺ ആണ്. എന്താണ് ഹൈഡ്രോ കാർബൺ എന്ന് പറഞ്ഞാൽ? ഹൈഡ്രജനും കാർബണും മാത്രം അടങ്ങിയിരിക്കുന്ന കോമ്പൗണ്ടുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹൈഡ്രോ കാർബൺ. ഇവിടെ കാർബണും ഹൈഡ്രജനും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഹൈഡ്രോ കാർബൺ വായുവിൽ കത്തുമ്പോൾ എന്തൊക്കെയാണ് ഉണ്ടാകുന്നത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഉണ്ടാകുന്നു. അതിൻ്റെ ഫലമായിട്ട് അവിടെ താപവും ലൈറ്റും പ്രകാശവും പുറപ്പെടുവിക്കുന്നു. അതിനൊരു എക്സാമ്പിൾ വേണമെങ്കിൽ പറയാം. നമ്മൾ ഗ്യാസ് കത്തിക്കുന്നു. ഗ്യാസിൽ കൂടി കിട്ടുന്ന വാതകം എന്ന് പറയുന്നത് എന്താണ്? ഒരു ഹൈഡ്രോ കാർബണാണ്. ഈ ഹൈഡ്രോ കാർബണിനെ നമ്മൾ ഓക്സിജൻ്റെ സാന്നിധ്യത്തിൽ കത്തിക്കുമ്പോൾ അവിടെ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഉണ്ടാകുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ അവിടെ ലൈറ്റും ഹീറ്റും പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ ഓർഗാനിക് കോമ്പൗണ്ടിനെ കത്തിച്ചപ്പോൾ പുതിയ രൂപത്തിലുള്ള എനർജി ഫോം ചെയ്തു. അടുത്തത് സിങ്കും കോപ്പർ സൾഫേറ്റ്. സിങ്ക് പ്ലസ് CuSO4 gives ZnSO4 + Cu + ഇലക്ട്രിക്കൽ എനർജി. അതായത് സിങ്ക് കോപ്പറുമായിട്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞപ്പോൾ, കെമിക്കൽ റിയാക്ഷൻ നടന്നപ്പോൾ ZnSO4ഉം കോപ്പറും ഫോം ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ അവിടെ ഇലക്ട്രിക്കൽ എനർജി, ഇതൊരു ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷനാണ്, ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ ഇവിടെ നോക്കുക, ഓരോ കെമിക്കൽ റിയാക്ഷൻസിനകത്തിലും എനർജി, പുതിയ ഫോമിലുള്ള എനർജി ഫോം ചെയ്തു എന്നുള്ളതാണ്. ഇത് ഇങ്ങനെ ഉണ്ടാകുന്നതിനെയാണ് കെമിക്കൽ കൈനറ്റിക്സ് തെർമോഡൈനാമിക്സ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി എന്താണ് തെർമോഡൈനാമിക്സ്? ദ ടേം തെർമോഡൈനാമിക്സ് ലിറ്ററലി മീൻസ് ഫ്ലോ ഓഫ് ഹീറ്റ്. എന്താണ് തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഫ്ലോ ഓഫ് ഹീറ്റാണ്. ഹീറ്റിൻ്റെ, അതായത് താപത്തിൻ്റെ ഒഴുക്കിനെ, താപത്തിനെക്കുറിച്ച് അല്ലെ താപവ്യത്യാസത്തിനെക്കുറിച്ച് പറയുന്നതിനെയാണ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഡീൽസ് വിത്ത് ദ റിലേഷൻ ബിറ്റ്വീൻ ഹീറ്റ് ആൻഡ് വർക്ക്. അതേപോലെ തന്നെ താപവും വർക്കും തമ്മിലുള്ള വ്യത്യാസത്തിനെക്കുറിച്ച് പറയുന്നതാണ് തെർമോഡൈനാമിക്സ്.
ദ വേർഡ് തെർമോ മീൻസ് ഹീറ്റ്. തെർമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്കിനർത്ഥം എന്താണ്? ഹീറ്റ്. ഡൈനാമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വർക്ക്. വേറൊരു വാക്കുണ്ട് ഡൈനാമിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? വ്യതിയാനം സംഭവിക്കുന്നു എന്നുണ്ട്. The branch of science which deals with the study of energy changes associated with the chemical reactions is called thermodynamics. അപ്പോൾ വാട്ട് ഈസ് തെർമോഡൈനാമിക്സ്? ദ ബ്രാഞ്ച് ഓഫ് സയൻസ് ആണ് വിച്ച് ഡീൽസ് വിത്ത് ദി എനർജി ചേഞ്ചസ് അസോസിയേറ്റഡ് വിത്ത് കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്ന സമയത്തുണ്ടാകുന്ന താപവ്യത്യാസങ്ങളെക്കുറിച്ച് പറയുന്നത്, അല്ലെങ്കിൽ എനർജി ഊർജ്ജ വ്യത്യാസങ്ങളെക്കുറിച്ച് പഠിക്കുന്നതാണ് എന്ത്? തെർമോഡൈനാമിക്സ്. ഇനി തെർമോഡൈനാമിക്സിനകത്തിൽ കുറച്ച് ടേംസ് നമുക്ക് അത്യാവശ്യമായിട്ടും പഠിക്കാനുണ്ട്. ഒന്നാമത്തെ ടേമാണ് സിസ്റ്റം, വേറൊന്നാണ് സറൗണ്ടിങ്സ്. എന്താണ് സിസ്റ്റം? എ സ്പെസിഫൈഡ് പാർട്ട് ഓഫ് ദ യൂണിവേഴ്സ് വിച്ച് അണ്ടർ ഇൻവെസ്റ്റിഗേഷൻ ഈസ് കോൾഡ് സിസ്റ്റം. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു ചോക്ക് എടുക്കുന്നു. ഈ ചോക്കിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നു. ചോക്കിൻ്റെ കളർ എന്താണ്, ചോക്കിലുള്ള കമ്പോണൻ്റ് ഏതാണ്, അതിൻ്റെ സോലിബിലിറ്റി എന്താണ്, വെള്ളത്തിൽ ലയിക്കുമോ ലയിക്കത്തില്ലയോ, അതിൻ്റെ രാസപ്രവർത്തനങ്ങൾ എന്താണ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഈ ചോക്കിനെക്കുറിച്ച് പഠിക്കുക. ഇപ്പം നമ്മളിപ്പോൾ പഠിക്കുന്നത് എന്തിനെക്കുറിച്ച് മാത്രമാണ്? ഈ ചോക്കിനെക്കുറിച്ച് മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ ചോക്കിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സിസ്റ്റം. മലയാളത്തിൽ ഇതിനെ വ്യൂഹം എന്നൊരു വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, വ്യൂഹം. അപ്പോൾ ഏത് കാര്യത്തിനെക്കുറിച്ചാണോ നമ്മൾ പഠിക്കുന്നത് അതിനെ നമ്മൾ പറയുന്ന പേരാണ് സിസ്റ്റം. ദ സ്പെസിഫൈഡ് പാർട്ട് ഓഫ് ദി യൂണിവേഴ്സ്. പ്രപഞ്ചത്തിൽ ഏത് ഭാഗത്തിനെക്കുറിച്ചാണോ നമ്മൾ പഠിക്കുന്നത് ആ ഭാഗത്തിനെ പറയുന്ന പേരാണ് സിസ്റ്റം. ദ സ്പെസിഫൈഡ് പാർട്ട് ഓഫ് ദി യൂണിവേഴ്സ് വിച്ച് വിത്ത് എ ഡെഫിനിറ്റ് ബൗണ്ടറി സെലക്റ്റഡ് ഫോർ ആൻ ഇൻവെസ്റ്റിഗേഷൻ ഓർ സ്റ്റഡി. ഇനി അതിൻ്റെ റിമൈനിങ് പാർട്ട്, അതിൻ്റെ ബാക്കിയുള്ള, ഇതിപ്പോൾ ചോക്കിനെയാണ് സിസ്റ്റം എന്ന് പറയുന്നത്. അതിൻ്റെ റിമൈനിങ് പാർട്ട് ഉണ്ടല്ലോ, ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം നമ്മൾ പറയുന്ന പേരാണ് സറൗണ്ടിങ്സ്. അപ്പോൾ വാട്ട് ഈസ് സറൗണ്ടിങ്സ്? റിമൈനിങ് പാർട്ട് ഓഫ് ദ യൂണിവേഴ്സ് ദാറ്റ് ക്യാൻ ഇൻറ്ററാക്ട് വിത്ത് ഇറ്റ് ഈസ് കോൾഡ് സറൗണ്ടിങ്സ്. ദ റെസ്റ്റ് ഓഫ് ദ യൂണിവേഴ്സ് വിച്ച് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ദ സിസ്റ്റം ഈസ് കോൾഡ് സറൗണ്ടിങ്സ്. ഈ രണ്ട് ടേമും പഠിച്ചു വച്ചേക്കണം. ഡിഫൈൻ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്സ്. ദെൻ ടൈപ്പ് ഓഫ് സിസ്റ്റം. അടുത്ത പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ടൈപ്പ് ഓഫ് സിസ്റ്റം. പ്രധാനമായിട്ടും there are 3 types of systems. Number 1, open system. Number 2, isolated system. And number 3, closed system. What are the different types of system? Open system, closed system, isolated system. What is an open system? അതിനൊരു എക്സാമ്പിൾ പറയാം. നമ്മളിപ്പോൾ ഒരു കപ്പ് ചൂട് ടീ നമ്മളിങ്ങനെ ഒരു കപ്പിനകത്തിൽ വെച്ചിരിക്കുകയാണ്. നമ്മൾ തുറന്നാണ് വെച്ചിരിക്കുന്നത്, ഓപ്പണാണത്. നല്ല ചൂടായിട്ടുള്ള ടീ ആണ് അല്ലേ. കുറേ കഴിഞ്ഞ് വന്ന് നമ്മൾ നോക്കുമ്പോൾ ഇതെന്ത് ചെയ്യും? തണുത്തിരിക്കുന്നതാണ്. ഇതിൽ നിന്ന് ഇതാണ് നമ്മുടെ ടീ ആണ് സിസ്റ്റം. ഇതിനെ നമ്മൾ എന്ത് പേര് വിളിക്കും? സിസ്റ്റം എന്ന് വിളിക്കും. ആൻഡ് ദ റിമൈനിങ് പാർട്ട്, ഈ ഭാഗത്തിനെല്ലാം നമ്മൾ എന്ത് പറയും? സറൗണ്ടിങ്സ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ഈ സിസ്റ്റത്തിൽ നിന്നും എന്തൊക്കെ സാധനങ്ങൾ പുറത്തേക്ക് സറൗണ്ടിങ്സിലേക്ക് പ്രവഹിച്ചിട്ടുണ്ടാകും? എന്തൊക്കെ സാധനങ്ങൾ പോയിട്ടുണ്ട്? തുറന്ന് വെച്ചേക്കാണ്. എന്തൊക്കെ സാധനങ്ങൾ പോയി? ഹീറ്റ് പുറത്തേക്ക് പ്രവഹിച്ചു. പിന്നെന്ത് പ്രവഹിച്ചു? നീരാവി പോയി അല്ലേ, സ്റ്റീമിനുള്ളിൽ എന്തുണ്ട്? മാറ്ററുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് സിസ്റ്റത്തിൽ, ഓപ്പൺ ടീയിൽ നിന്നും സിസ്റ്റത്തിൽ നിന്ന് സറൗണ്ടിങ്സിലേക്ക് എന്തൊക്കെയാണ് പോയിരിക്കുന്നത്? both a system which can exchange both matter and heat energy with the surroundings. അപ്പോൾ ഒരു ഓപ്പൺ ടീയിൽ നിന്നും ഹോട്ട് വാട്ടർ പ്ലേസ് ഇൻ ഓപ്പൺ കപ്പ് അതാണെങ്കിലും മതി. അതിൽ നിന്ന് എന്തൊക്കെ പുറത്തേക്ക് പോയി? ഹീറ്റ് പുറത്തേക്ക് പോയി, അതേപോലെ തന്നെ മാറ്റർ പുറത്തേക്ക് പോയി. വാട്ട് ഈസ് ആൻ ഓപ്പൺ സിസ്റ്റം? എ സിസ്റ്റം വിച്ച് ക്യാൻ എക്സ്ചേഞ്ച് മാറ്റർ ആസ് വെൽ ആസ് എനർജി വിത്ത് ദി surroundings. Example, hot water placed in an open cup, hot tea is placed in an open cup. അത് നിങ്ങൾക്ക് പറയാം. രണ്ടാമത്തതാണ് ക്ലോസ്ഡ് സിസ്റ്റം. എ സിസ്റ്റം വിച്ച് ക്യാൻ എക്സ്ചേഞ്ച്. ഈ ക്ലോസ്ഡ് സിസ്റ്റത്തിൽ നിന്ന് എന്തൊക്കെ പുറത്തേക്ക് പോകുമെന്ന് നമുക്കൊന്ന് നോക്കാം. ഇപ്പം നമ്മളൊരു
കപ്പിനകത്തിൽ ഹോട്ട് ടീ എടുത്തിരിക്കുകയാണ്. ഇതിനെ നമ്മൾ നന്നായിട്ട് അടച്ചിട്ടുണ്ട്. ഹോട്ട് ടീ ആണ്, ഇതാണ് സിസ്റ്റം. ഹോട്ട് ടീ ആണ് സിസ്റ്റം. ഇതിൽ നിന്ന് എന്തൊക്കെ ഈ സറൗണ്ടിങ്സിലേക്ക് പുറത്തേക്ക് പോയിട്ടുണ്ട്? ഹീറ്റ് പോകുന്നുണ്ട് അല്ലേ? കുറേ കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ തണുത്തിരിക്കുന്നതാണ്. പക്ഷേ ഇതിന് നീരാവി പുറത്തേക്ക് പോകുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഇവിടെ നിന്ന് എന്ത് മാത്രമേ പുറത്തേക്ക് പ്രവഹിക്കുന്നുള്ളൂ? സറൗണ്ടിങ്സിലേക്ക് പോകുന്നുള്ളൂ. ഹീറ്റ് ഒള്ളി അല്ലേ? എ സിസ്റ്റം വിച്ച് ക്യാൻ എക്സ്ചേഞ്ച് എനർജി. ഹീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് ഫോം ഓഫ് എനർജിയാണ്. എനർജി ബട്ട് നോട്ട് മാറ്റർ വിത്ത് ദി സറൗണ്ടിങ്സ് ഇസ് കോൾഡ് എന്താണ്? എ ക്ലോസ്ഡ് സിസ്റ്റം. എക്സാമ്പിൾ എന്താണ്? ഹോട്ട് വാട്ടർ പ്ലേസ്ഡ് ഇൻ ക്ലോസ്ഡ് സിസ്റ്റം. അപ്പം കപ്പിലേക്ക്. അടുത്തത് ഐസൊലേറ്റഡ് സിസ്റ്റം. വട്ട് ഈസ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം? നിങ്ങൾക്കൊരു ഫ്ലാസ്കിനുള്ളിൽ, നമ്മളൊരു നല്ലൊരു ഫ്ലാസ്കിന്, തെർമോ ഫ്ലാസ്കിനുള്ളിൽ എന്താണ്? ടീ വെച്ചിരിക്കുകയാണ് അല്ലേ? അപ്പോൾ ഈ ഫ്ലാസ്കിൽ നിന്ന് എന്തൊക്കെ പുറത്തേക്ക് പോകും? ഹീറ്റ് പുറത്തേക്ക് പോകുന്നുണ്ടോ? ഇല്ല. നീരാവി പുറത്തേക്ക് പോകുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഒന്നും പുറത്തേക്ക് പോകുന്നില്ല. അപ്പോൾ ഇവിടെ എന്താണ്? എ സിസ്റ്റം വിച്ച് ക്യാൻ നെയ്തർ എക്സ്ചേഞ്ച് മാറ്റർ നോർ എനർജി വിത്ത് ദി സറൗണ്ടിങ്സ്. രണ്ടും നെഗറ്റീവ് വാക്കുകളാണ്, നെയ്തറും നോറും അല്ലേ? നെയ്തർ എക്സ്ചേഞ്ച് മാറ്റർ ഓർ നോർ എനർജി ടു ദി സറൗണ്ടിങ്സ്. ഇപ്പോൾ ഇതെവിടെ വെച്ചിരിക്കുന്നത്? ഹോട്ട് വാട്ടർ പ്ലേസ്ഡ് ഇൻ എ തെർമോ ഫ്ലാസ്ക്. ഇനി വേറെ രണ്ട് തരത്തിലുള്ള സിസ്റ്റമാണ് ഹോമോജീനിയസ് സിസ്റ്റം ആൻഡ് ഹെട്രോജീനിയസ് സിസ്റ്റം. അത് ഹോമോജീനിയസ് സിസ്റ്റത്തിനൊരു നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ പറയാം. നമ്മളിപ്പോൾ ഒരു കണ്ടെയ്നറിൽ വാട്ടർ എടുത്തു. ഈ വാട്ടറിലേക്ക് നമ്മൾ സോൾട്ട് എടുത്തു. ഹോമോജീനിയസ് സൊല്യൂഷനാണ്. സൊല്യൂഷൻ വെച്ചുകൊണ്ട് നമുക്ക് സിസ്റ്റം പറയാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ സോൾട്ട് ആഡ് ചെയ്തു. കുറേ കഴിഞ്ഞപ്പോൾ ഇതിനെ നന്നായിട്ട് ലയിച്ച് ചേർന്നു. ഈ ലയിച്ച് ചേർന്നതിൽ രണ്ട് കമ്പോണൻസ് ഇതിനകത്തിലുണ്ട്. ഇതൊക്കെയാണ്? വാട്ടറുണ്ട്, സോൾട്ടുണ്ട്. പക്ഷേ ഈ കമ്പോണൻസിനെ നമുക്ക് വേർതിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഇതെന്താണ്? സോൾട്ട് എന്ന് പറയുന്ന കമ്പോണൻറ്റ് വാട്ടർ എന്ന് പറയുന്ന കമ്പോണൻറ്റിലേക്ക് യൂണിഫോമായിട്ട് എന്ത് ചെയ്തു? ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു പോയി. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസും കെമിക്കൽ പ്രോപ്പർട്ടീസും എല്ലാം ഐഡൻറ്റിക്കൽ ത്രൂ ഔട്ട് ദ സിസ്റ്റം. നമുക്ക് അങ്ങനെ തോന്നി. അത്തരത്തിലുള്ള സിസ്റ്റത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹോമോജീനിയസ് സിസ്റ്റം. In a homogeneous system, the physical properties and chemical composition are identical throughout the system and the component is uniformly distributed throughout the system. Okay, then the second is heterogeneous system. What is heterogeneous system? ഇപ്പോൾ വെള്ളത്തിനകത്തിലേക്ക് എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ രണ്ട് ബൗണ്ടറി അവിടെ ഉണ്ടാവും അല്ലേ? അവിടെ നമുക്ക് ഇതിനെ കോമ്പോസിഷൻ വേർതിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കും. യൂണിഫോമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടില്ല. അത്തരത്തിലുള്ള സിസ്റ്റമാണെങ്കിൽ ഹെട്രോജീനിയസ് സിസ്റ്റം എന്ന് വിളിക്കുന്നു. ഇൻ എ ഹെട്രോജീനിയസ് സിസ്റ്റം ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആൻഡ് കെമിക്കൽ കോമ്പോസിഷൻസ് ആർ ഡിഫറെൻറ്റ്. അടുത്തതാണ് മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസ്. The properties which depend on the bulk of the system are called macroscopic properties. സിസ്റ്റത്തിനെ മുഴുവനായിട്ടും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ചില ഗുണങ്ങളുണ്ട്, ഭൗതിക സ്വഭാവങ്ങളുണ്ട്. അവരെ വിളിക്കുന്ന പേരാണ് മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസ്. അതിന് എക്സാമ്പിളാണ് പ്രഷർ, ടെമ്പറേച്ചർ, വോളിയം, കോമ്പോസിഷൻ, സർഫസ് ടെൻഷൻ, വിസ്കോസിറ്റി, density. In order to measure the temperature of this water, we do not deal with the individual molecule but we consider the molecule in the bulk. അപ്പം നമ്മളിപ്പോൾ ഒരു കണ്ടെയ്നർ എടുത്തു. ഈ കണ്ടെയ്നർ എടുത്ത് നമ്മൾ ചൂടാക്കിക്കൊണ്ടിരിക്കുക, വെള്ളം എടുത്ത് ചൂടാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതിൻ്റെ ടെമ്പറേച്ചർ നമ്മൾ നോക്കുകയാണ്. ടെമ്പറേച്ചർ നോക്കുമ്പോൾ ആ ബൾക്ക് ഓഫ് ദ സബ്സ്റ്റൻസ്, ആ മുഴുവൻ ബൾക്ക് എന്ന് പറഞ്ഞാൽ മുഴുവൻ സബ്സ്റ്റൻസിൻ്റെയും കൂടെ ടെമ്പറേച്ചറാണ് നമ്മൾ നോക്കുന്നത്. അല്ലാതൊരു മോളിക്യൂളിൻ്റെ, ഇതിനുള്ള ഒരു പർട്ടിക്കുലർ മോളിക്യൂളിൻ്റെ അല്ല നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ വ്യാപ്തം നോക്കുന്നു, വോളിയം നോക്കുന്നു, അതുപോലെ പ്രഷർ നോക്കുന്നു. ഇതെല്ലാം എന്താണ്? ആ ഒരു നമ്മളെടുത്ത സബ്സ്റ്റൻസിൻ്റെ മൊത്തത്തിലായിട്ടാണ്. എത്ര ഗ്രാം എടുത്തു അല്ലെങ്കിൽ എത്ര പദാർത്ഥം നമ്മളെടുത്തു, ആ പദാർത്ഥത്തിൻ്റെ മുഴുവനായിട്ട് നമ്മൾ ഈ വാല്യൂസ് നമ്മൾ നോക്കുക. പ്രഷർ നോക്കുന്നതാണെങ്കിലും ടെമ്പറേച്ചർ നോക്കുന്നതാണെങ്കിലും വോളിയം ആണെങ്കിലും കോമ്പോസിഷൻ, സർഫസ് ടെൻഷൻ, വിസ്കോസിറ്റി, ഇതെല്ലാം ആ പദാർത്ഥത്തിനെ മൊത്തത്തിലാണ്. നമ്മൾ എടുക്കുന്ന പദാർത്ഥത്തിനെ മുഴുവനായിട്ട് നമ്മൾ നോക്കുന്നത്. ആ സിസ്റ്റത്തിനെ മുഴുവനായിട്ട് നമ്മൾ ഈ പ്രോപ്പർട്ടീസ് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ഗുണങ്ങൾ അതിനെ ഡിപ്പെൻഡ് ചെയ്തെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസ്. അടുത്തതാണ് വേറെ രണ്ട് പ്രോപ്പർട്ടീസാണ്
എക്സ്റ്റെൻസീവ് ആൻഡ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസ്, അതായത് ടൈപ്സ് ഓഫ് മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസ് ആണ്. രണ്ട് മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസിന് എക്സാമ്പിൾസ് ആണ് ഇനി പറയുന്നത്, എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയും ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസും. അത് രണ്ട് പ്രോപ്പർട്ടീസാണ് എക്സ്റ്റെൻസീവ് ആൻഡ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസ്. നമുക്ക് ഇപ്പം നമ്മളൊരു ഗ്ലാസ്സിനകത്തിൽ വാട്ടർ എടുത്തു അല്ലേ, അപ്പോൾ ഗ്ലാസ്സിലെ വെള്ളം ഇത്രയുമേ കാണും. നമ്മളൊരു വലിയ ബക്കറ്റിനകത്തിലുള്ള വെള്ളം എടുത്തു കഴിഞ്ഞാലോ അതിൻ്റെ വോളിയം വ്യത്യാസപ്പെടും, ശരിയാണല്ലോ. അപ്പോൾ ഇതിനുള്ളിലുള്ള പദാർത്ഥമല്ല, അല്ലെങ്കിൽ ഇതിനുള്ളിൽ അടങ്ങിയിരിക്കുന്ന സബ്സ്റ്റൻസിൻ്റെ ക്വാണ്ടിറ്റി അല്ല ഈ വലിയ പാത്രത്തിലുള്ളത് അല്ലേ. അപ്പോൾ വോളിയം എന്ത് ചെയ്തു, വ്യത്യാസം വന്നു. അപ്പോൾ ഈ വോളിയം എന്ന് പറയുന്ന ഒരു മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടി ആണെന്നറിയാം. ബൾക്ക് ഓഫ് ദ മോളിക്യൂളാണ് കാണിക്കുന്നത്, സബ്സ്റ്റൻസിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ വ്യത്യാസം വന്നിരിക്കുന്നത് അതിലുള്ള എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് വ്യത്യാസപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് വ്യാപ്തം വ്യത്യാസപ്പെട്ടത്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ 5 കിലോ അരി വാങ്ങിക്കുന്നു, 10 കിലോ അരി വാങ്ങിക്കുന്നു, വ്യത്യാസമില്ലേ, ആ മാസ് വ്യത്യാസമാണ്. എന്തുകൊണ്ടാണ് വ്യത്യാസം വന്നേ, അതിലുള്ള എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന പ്രോപ്പർട്ടീസിനെ നമ്മൾ പറയുന്ന പേരാണ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ്. അപ്പം നമുക്ക് നോക്കാം. ദ പ്രോപ്പർട്ടീസ് ഓഫ് ദ സിസ്റ്റം ദാറ്റ് ഡിപ്പെൻഡ് ഓൺ ദി എമൗണ്ട് ഓഫ് മാറ്റർ കണ്ടെയ്ൻഡ് ഇൻ ഇറ്റ്. അതിനുള്ളിലുള്ള മാറ്ററിൻ്റെ എമൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ അത്തരത്തിലുള്ള മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസാണ് മാസ്, വോളിയം, എനർജി, ഹീറ്റ് കപ്പാസിറ്റി, ഇതെല്ലാം. ഇനി ചില പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇപ്പോൾ ടെമ്പറേച്ചർ, നമ്മൾ ഒരു ബക്കറ്റ് വെള്ളം എടുത്ത് തിളപ്പിച്ചാലും എത്ര ഡിഗ്രി സെൽഷ്യസിനത് തിളയ്ക്കും, 100 ഡിഗ്രി സെൽഷ്യസ്. ഒരു പാത്രം വെള്ളം എടുത്ത് തിളച്ച് കഴിഞ്ഞാലോ 100 ഡിഗ്രി. അപ്പോൾ എമൗണ്ട് എത്ര ഉണ്ടെന്ന് പറഞ്ഞാലും ആ തിളനില എന്ത് ചെയ്യുന്നില്ല, വ്യത്യാസപ്പെടുന്നില്ല. അങ്ങനെയുള്ള ചില പ്രോപ്പർട്ടീസിനെ പറയുന്ന പേരാണ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസ്. അപ്പോൾ എന്താ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസ്? ദ പ്രോപ്പർട്ടീസ് ഓഫ് ദ സിസ്റ്റം വിച്ച് ആർ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. എക്സാമ്പിളാണ് പ്രഷർ, ടെമ്പറേച്ചർ, ഡെൻസിറ്റി, വിസ്കോസിറ്റി, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, എക്സെട്ര. അപ്പോൾ വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ എക്സ്റ്റെൻസീവ് ആൻഡ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസ് നിങ്ങളോട് സാധാരണഗതിയിൽ ചോദിക്കുന്നതാണ്. എൻ്റെ എക്സാമ്പിൾസും ഒക്കെ ചോദിക്കുന്നതാണ്. നന്നായിട്ട് പഠിച്ചു വച്ചേക്കുക. അടുത്തതാണ് മാക്രോസ്കോപ്പിക് സിസ്റ്റം. A system containing large amount of substance is called a macroscopic system. സിസ്റ്റത്തിൽ ഒരുപാട് പദാർത്ഥങ്ങളുണ്ടെങ്കിൽ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് കൂടുതലുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പേര് പറയും? മാക്രോസ്കോപ്പിക് സിസ്റ്റം എന്ന് പറയും. അടുത്തതാണ് സ്റ്റേറ്റ് ഓഫ് എ സിസ്റ്റം. ഒരു സിസ്റ്റത്തിൻ്റെ അവസ്ഥകൾ എന്താണ്? എ സിസ്റ്റം ഈസ് സെഡ് ടു ബി ഇൻ സർട്ടൺ സ്റ്റേറ്റ് വെൻ ദ മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസ് ഹാവ് ഡെഫിനിറ്റ് വാല്യൂ. ഈ മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസിന് ഡെഫിനിറ്റ് വാല്യൂസ് വരുമ്പോൾ ആ സിസ്റ്റത്തിനെ നമുക്ക് ഓരോ സ്റ്റേറ്റിലാണെന്ന് പറയാം. ഇനി എന്തൊക്കെ സ്റ്റേറ്റിലേക്കാണ് വരുന്നത്, ഏതൊക്കെ സ്റ്റേറ്റ് വേരിയബിൾസ് ആണ് അവിടെ ഉള്ളതെന്ന് നമുക്ക് നോക്കാം. ദ മെഷറബിൾ പ്രോപ്പർട്ടീസ് വിച്ച് ആർ റിക്വയർഡ് ടു ഡിറ്റർമിൻ തെർമോഡൈനാമിക് സ്റ്റേറ്റ് ഓഫ് എ സിസ്റ്റം ആർ കോൾഡ് സ്റ്റേറ്റ് വേരിയബിൾ. അതായത് ഒരു സിസ്റ്റത്തിലെ ഏതൊക്കെ മെഷറബിൾ പ്രോപ്പർട്ടീസ് ആണുള്ളത് അവരെ എല്ലാവരെയും കൂടെ നമ്മൾ ചേർത്ത് പറയുന്ന പേരാണ് എന്ത്? സ്റ്റേറ്റ് വേരിയബിൾസ്. അതിന് എക്സാമ്പിളാണ് പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ, കമ്പോസിഷൻ, എക്സെട്ര. അതായത് ഇപ്പം നമ്മളൊരു പാത്രം വെള്ളം എടുത്തു, വാട്ടർ എടുത്തു. ഈ വാട്ടറിൻ്റെ വോളിയം നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും അല്ലേ. അതുപോലെ ഇതിൻ്റെ പ്രഷർ എത്രയാണ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അതുപോലെ ഇതിൻ്റെ ടെമ്പറേച്ചർ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും, കോമ്പോസിഷൻ. അപ്പോൾ ഇവരെയൊക്കെ മെഷറബിളായിട്ടുള്ള പ്രോപ്പർട്ടീസ് ആണെങ്കിൽ ഒരു സിസ്റ്റത്തിൻ്റെ മെഷറബിൾ പ്രോപ്പർട്ടീസിനെ നമ്മൾ പറയുന്ന പേരാണ് സ്റ്റേറ്റ് വേരിയബിൾസ്. ഇത് ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറെ സ്റ്റേറ്റിലേക്ക് നമുക്ക് വ്യത്യാസം വരുന്നതാണ്. അതുകൊണ്ടാണ് ഇവരെ വേരിയബിൾ എന്ന് പറയുന്നത്. ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ 1 ലിറ്റർ വെള്ളം എടുക്കാം, 10 ലിറ്റർ വെള്ളം എടുക്കാം, 1000 ലിറ്റർ എടുക്കാം. അപ്പോൾ ഈ എമൗണ്ട് എന്ത് ചെയ്യും? വ്യത്യാസപ്പെടും. അതുപോലെ തന്നെ ഓരോ സ്റ്റേറ്റിലും ഓരോ അവസ്ഥയിലും പ്രഷറിന് വ്യത്യാസം വരുന്നുണ്ട്, കോമ്പോസിഷൻ അതിന് ഘടനയിൽ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ അവരെ എല്ലാവരെയും നമ്മൾ സ്റ്റേറ്റ് വേരിയബിൾ എന്ന് പറയുന്നത്. സ്റ്റേറ്റ് വേരിയബിൾസിന് എക്സാമ്പിളാണ് പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ, കോമ്പോസിഷൻ, എക്സെട്ര. അടുത്തതാണ് സ്റ്റേറ്റ് ഫങ്ഷൻ. എ സ്റ്റേറ്റ് ഫങ്ഷൻ ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് എ സിസ്റ്റം whose values depend only on the state of the system and independent of the path or manner by which the state is reached.
അപ്പോൾ എന്താണ് സ്റ്റേറ്റ് ഫങ്ഷൻ? ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് ദ സിസ്റ്റം ഹൂസ് വാല്യൂസ് ഡിപ്പെൻഡ് ഒൺലി ഓൺ ദ സ്റ്റേറ്റ് ഓഫ് ദ സിസ്റ്റം. അപ്പോൾ മോളിൽ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ് വേരിയബിൾസിൻ്റെ എല്ലാം വാല്യൂസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് എന്ത്? സ്റ്റേറ്റ് ഫങ്ഷൻ. അതിൻ്റെ പാത്തിനെ അല്ല, അത് എങ്ങനെ എത്തിച്ചേരുന്നു എന്നുള്ള വഴിയെ അല്ല, അതിൻ്റെ വാല്യൂസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതിനെയാണ് സ്റ്റേറ്റ് ഫങ്ഷൻ എന്ന് പറയുന്നതിന് എക്സാമ്പിളാണ് പ്രഷർ, വോളിയം, ഇൻറ്റേർണൽ എനർജി, എൻതാൽപ്പി. ഇതെല്ലാം എന്താണ്? അതിൻ്റെ വാല്യൂസിനെ ഡിപ്പെൻഡ് ചെയ്യും. നമ്മളെടുത്തിരിക്കുന്ന സിസ്റ്റം, അതായത് ഇപ്പോൾ നമ്മളെടുത്തിരിക്കുന്ന ഗ്യാസിൻ്റെ പ്രഷർ, അതുപോലെ തന്നെ ഗ്യാസിൻ്റെ വോളിയം, അതെല്ലാം എന്താണ്? അതിൻ്റെ ആ പ്രോപ്പർട്ടി എന്ന് പറയുന്ന, വോളിയം എന്ന് പറയുന്ന പ്രോപ്പർട്ടി എന്താണ്? അതിൻ്റെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. അടുത്തതാണ് പാത്ത് ഫങ്ഷൻ. പാത്ത് ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഈസ് ഡിപ്പെൻസ് ഓൺ ദി പാത്ത്. അത് എങ്ങനെ ഒരു സിസ്റ്റത്തിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ള ഒരു പാത്തിനെ ആശ്രയിച്ചിരിക്കുന്നു പാത്ത് ഫങ്ഷൻ. അടുത്തത് എ പ്രോസസ്. എ പ്രോസസ് ഈസ് എ മെത്തേഡ് ഓർ ഓപ്പറേഷൻ ബൈ വിച്ച് എ സിസ്റ്റം ചേഞ്ചസ് ഫ്രം വൺ സ്റ്റേറ്റ് ടു അനദർ. അതായത് ഒരു സിസ്റ്റം, ഫോർ എക്സാമ്പിൾ റിയാക്റ്റൻസ് എന്തായിട്ട് മാറുന്നു? പ്രോഡക്റ്റായിട്ട് മാറുന്നു. അപ്പോൾ ഒരു സിസ്റ്റം വേറെ സിസ്റ്റത്തിലേക്ക് മാറുന്ന ആ ഒരു പ്രോസസ്സിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? പ്രോസസ്സ്. ആ പ്രക്രിയ, അതിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? പ്രോസസ്സ് എന്ന് പറയുന്നത്. അങ്ങനെ എത്ര പ്രോസസ്സുകളുണ്ട്? ഐസോതെർമൽ പ്രോസസ്സ്, അഡിയബാറ്റിക് പ്രോസസ്സ്, ഐസോബാറിക് പ്രോസസ്സ്, ഐസോകോറിക് പ്രോസസ്സ്, റിവേഴ്സിബിൾ പ്രോസസ്സ്, അങ്ങനെ പല പ്രോസസ്സുകളുണ്ട്. ഈ 4 പ്രോസസ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ഐസോതെർമൽ പ്രോസസ്സ്? എ പ്രോസസ് ഇൻ വിച്ച് ടെമ്പറേച്ചർ ഓഫ് ദ സിസ്റ്റം റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. അതായത് ഒരു പ്രോസസ്സ് നടക്കുമ്പോൾ റിയാക്റ്റൻ്റ് പ്രോഡക്റ്റായിട്ട് മാറുന്നു എന്ന് വിചാരിക്കുക. ഇതിൻ്റെ ടെമ്പറേച്ചറും തുല്യമാണെങ്കിൽ അവിടെ ഇതിൻ്റെ ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഷറിൻ്റെ ടെമ്പറേച്ചർ മൈനസ് റിയാക്റ്റൻറ്റിൻ്റെ ടെമ്പറേച്ചറാണ്. അപ്പോൾ ഇതിനെ നമുക്കിങ്ങനെ പറയാം dt = അപ്പോൾ എത്രയായിട്ട് വരും? 0 അല്ലേ? അപ്പോൾ എന്താണ് ഒരു ഐസോതെർമൽ പ്രോസസ്സ്? ഒരു രാസപ്രവർത്തനം നടക്കുമ്പോൾ റിയാക്റ്റൻറ്റിൻ്റെയും പ്രോഡക്റ്റിൻ്റെയും ടെമ്പറേച്ചർ തുല്യമാണെങ്കിൽ അത്തരത്തിലുള്ള റിയാക്ഷൻസ് അല്ലെങ്കിൽ പ്രോസസ്സുകളെ നമുക്ക് ഐസോതെർമൽ പ്രോസസ്സ് എന്ന് പറയാം. അവിടെ dt = 0 ആയിരിക്കും. അടുത്തത് അഡയബാറ്റിക് പ്രോസസ്സ്. ചില റിയാക്ഷൻസിനകത്തിൽ നടക്കുമ്പോൾ റിയാക്റ്റൻ്റ് പ്രോഡക്റ്റായിട്ട് മാറുന്നു എന്ന് സങ്കല്പിക്കുക. ഇവിടെ നമ്മൾ ഹീറ്റ് കൊടുക്കുന്നുമില്ല. ഈ പ്രോഡക്റ്റായി മാറുമ്പോൾ ഹീറ്റ് ഇതിൽ നിന്ന് പുറത്തേക്ക് പ്രവഹിക്കുന്നുമില്ല. അതായത് റിയാക്റ്റൻറ്റിൻ്റെയും പ്രോഡക്റ്റിൻ്റെയും ഹീറ്റ്, അവിടെ ഉള്ള ഹീറ്റ് എമൗണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇതിൻ്റെ ഹീറ്റിൻ്റെ വാല്യൂവിനെ നമ്മൾ Q എന്ന് റെപ്രസെൻ്റ് ചെയ്യും. ഇതിൻ്റെ ഹീറ്റ് ഒരേപോലെയാണെങ്കിൽ ഇതിൻ്റെ തമ്മിൽ ഡിഫറൻസ് എത്രയായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഫോർ ആൻ അഡയബാറ്റിക് പ്രോസസ് dQ = 0 എന്ന് നമുക്ക് പറയാം. എന്താണ്? എ പ്രോസസ് ഇൻ വിച്ച് നോ ഹീറ്റ് എൻറ്റേഴ്സ് ഓർ ലീവ്സ് ദി സിസ്റ്റം. ഇനി ഐസോബാറിക് പ്രോസസ്. എ പ്രോസസ് ഇൻ വിച്ച് എന്താണ്? എ പ്രോസസ് ഇൻ വിച്ച് പ്രഷർ റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. അതായത് ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ റിയാക്റ്റൻ്റ് പ്രോഡക്റ്റായി മാറുമ്പോൾ റിയാക്റ്റൻറ്റിൻ്റെയും പ്രോഡക്റ്റിൻ്റെയും പ്രഷർ എന്താണ്? സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ഇവയുടെ ഡിഫറൻസ് എത്രയായിരിക്കും? 0. അങ്ങനെയാണെങ്കിൽ ഐസോബാറിക് പ്രോസസ്സിൽ dP = 0. dP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പ്രോഡക്റ്റിൻ്റെ പ്രഷർ മൈനസ് റിയാക്റ്റൻറ്റിൻ്റെ പ്രഷറാണ് എന്തെന്ന് പറയുന്നത് dP. അത് എത്രയായിരിക്കും? 0. ഇനി എന്താണ് ഐസോകോറിക് പ്രോസസ്സ്? എ പ്രോസസ് ഇൻ വിച്ച് വോളിയം റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. അതായത് റിയാക്റ്റൻ്റ് പ്രോഡക്റ്റായി മാറി. ഇവിടെ നമ്മൾ 5 ml എടുത്തു, ഇവിടെയും നമുക്ക് എത്ര കിട്ടി? 5 ml തന്നെ കിട്ടി. അപ്പോൾ രണ്ടിടത്തും വോളിയം എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ വോളിയത്തിൻ്റെ വ്യത്യാസം എത്രയായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ വോളിയത്തിൻ്റെ വ്യത്യാസത്തിനെ നമ്മൾ dV എന്ന് പറയുന്നു = എത്രയാണ്? 0. അപ്പോൾ an isochloric process വോളിയം ഓഫ് ദ സിസ്റ്റം റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. ഇത്രയും മതി. നമുക്ക് ബാക്കി അടുത്ത ക്ലാസ്സിൽ. ഓക്കെ.